കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്ത അല്പം ആശങ്കയ്ക്കിടയാക്കുന്നതാണ്. മെക്സവൻ എന്ന ഒരു ആരോഗ്യ കൂട്ടായ്മ അല്ലെങ്കിൽ വ്യായാമ കൂട്ടായ്മ എന്ന പേരിലൊക്കെ രൂപീകരിച്ച ആ കൂട്ടായ്മ അതിന് ഭീകരവാദ ബന്ധമുണ്ട്, തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് CPM ജില്ലാ സെക്രട്ടറിയാണ്. എന്നാൽ അതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ഇത്തരം ചില റിപ്പോർട്ടുകളൊക്കെ പങ്കുവച്ചിരുന്നു. മെക്സവന് തീവ്രവാദ ബന്ധമുണ്ട്, അതിനെ നിരീക്ഷിക്കണം. എന്നാൽ സംസ്ഥാന സർക്കാർ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയില്ല. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ മേശപ്പുറത്ത് ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഈ മെക്സവനെ പിന്തുണയുമൊക്കെ രംഗത്ത് വരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് മെക്സവൻ്റെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് സംസ്ഥാന ഇൻ്റലിജൻസ് നൽകിയ മുന്നറിയിപ്പിലും പിണറായി സർക്കാർ അവഗണിച്ചു. മെക്സവൻ്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കണമെന്ന് സംസ്ഥാന ഇൻ്റലിജൻസ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര ഇൻ്റലിജൻസും സംസ്ഥാന ഇൻ്റലിജൻസും കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്ര ഗൗരവമുള്ള വിഷയം അവഗണിച്ചു എന്നാണ് പ്രധാനമായ ചോദ്യമായി ഉയരുന്നത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുണ്, നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഈ മുഹമ്മദ് റിയാസ് മെക്സവനെ പിന്തുണച്ചും രംഗത്ത് വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ മെക്സവൻ എന്ന കൂട്ടായ്മയെ അത് ശ്രദ്ധിക്കണം, പരിശോധിക്കണം, അതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നു. എന്നാൽ ആ ഫയൽ കാണാതെ ആവില്ല റിയാസ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. ഒപ്പം ആദ്യം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, P. മോഹനായിരുന്നു. എന്നാൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന് യൂട്ടേൺ അടിക്കേണ്ടി വന്നു. പിന്നീട് നമ്മൾ കണ്ടത് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ വ്യത്യാസമില്ലാതെ എല്ലാവരും അങ്ങനെ മെക്സവനെ പിന്തുണയ്ക്കായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം കേന്ദ്ര ഏജൻസികൾ മാത്രമല്ല, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്റലിജൻസ് പോലും മെക്സവൻ്റെ പിന്നിൽ ഇത്തരം ചില ദുരൂഹതകളുണ്ട്, ചില ഭീകരവാദ ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അതും സർക്കാർ അവഗണിക്കുന്നു. അരുൺ. ഉമേഷ, തീർച്ചയായും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ ഒരു കേന്ദ്ര നിരീക്ഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം ഉണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത്. അന്ന് സംസ്ഥാന ഇന്റലിജൻസിന് ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ പറ്റിയെന്നും വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കൃത്യമായി തന്നെ പോലീസിന് സംസ്ഥാന ഇന്റലിജൻസ് നിർദ്ദേശം നൽകിയിരുന്നു. മെക്സവന്റെ പ്രവർത്തനം ദുരൂഹമാണ്, തീവ്രവാദ ശക്തികൾ ഇതിന് പിന്നിലേക്ക് അല്ലെങ്കിൽ ഇതിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ദുരൂഹമാണ് ഇവരുടെ പ്രവർത്തനം, അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയോടെ തന്നെ ഈ ഒരു പ്രവർത്തനത്തെ കാണണമെന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസിന് ഇന്റലിജൻസ് നൽകിയിരുന്നു. ആ ഒരു കാര്യം പോലും സംസ്ഥാന സർക്കാർ മറച്ചു വെച്ചിരിക്കുകയാണ്. നേരത്തെ കേന്ദ്ര സർക്കാർ നൽകിയ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ നൽകിയ ആ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഒരു തരത്തിലും അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന ഇന്റലിജൻസും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടും അതിനെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു അനാസ്ഥ, കുറ്റകരമായ ഒരു അനാസ്ഥ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതും. എന്തിനാണ് മെക്സവന്റെ പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പിന്തുണ മെക്സവന് സർക്കാർ കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ P. മോഹനൻ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ, ഗുരുതരമായുള്ള ആരോപണം മെക്സവനെതിരെ പറഞ്ഞിട്ട് പോലും സംസ്ഥാന ഭാഗത്തുനിന്നും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. മറ്റു CPM നേതാക്കളൊക്കെ തന്നെ ഇതിൽ മൗനം പാലിക്കുന്നു. അതോടൊപ്പം തന്നെ കലവറയില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർക്ക് പൂർണ്ണമായ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുന്നു, ചർച്ചയായിരിക്കുന്നു. എന്തായാലും കേന്ദ്ര ഏജൻസികൾ അങ്ങനെ വെറുതെ വിടാൻ ഈ വിഷയത്തെ കണ്ടിട്ടില്ല. കാരണം അത്ര ഒരു ഗുരുതരമായുള്ള ആരോപണം, കേരളത്തിൽ തീവ്രവാദികളുടെ വിളനിലമെന്നുള്ള ഒരു കൃത്യമായ റിപ്പോർട്ട് അവരുടെ മുന്നിലുണ്ട്. അന്നേരം വിശദമായി ഈ വിഷയത്തിൽ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മെക്സവന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഇതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, വിവിധ തുറകളിലുള്ള സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ ഈ വ്യായാമത്തിന്റെ പേര് പറഞ്ഞ മെക്സവനിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. അത്തരത്തിലുള്ള ആരൊക്കെ മെക്സവന്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്തു, എന്താണ് ഇവരുടെ ലക്ഷ്യം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്തിരുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി തന്നെ ഇവർ പരിശോധിച്ച് വരികയാണ്. എന്തായാലും വലിയ ഒരു ഗൗരവകരമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാണിച്ച കുറ്റകരമായ അനാസ്ഥയാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത്. ഉമേഷ്. സരുൺ, ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്, വരുന്ന മണിക്കൂറുകൾ അതിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോഴും ഈ കൂട്ടായ്മയുണ്ടോ, മാത്രമല്ല ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ഏജൻസികൾക്ക് പിന്നാലെ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ഇത്തരം റിപ്പോർട്ട് നൽകിയിട്ടും എന്തുകൊണ്ട് മെക്സവനെതിരെ ചെറുവിരൽ അനക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു വാക്ക് പറയാൻ സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട ആളുകളോ തയ്യാറാകാത്ത എന്നത് എന്തായാലും പകൽ പോലെ എല്ലാവർക്കും അറിയാം എന്താണ് അതിന് പിന്നിലെ കാരണമെന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരും മണിക്കൂറുകൾ പോകേണ്ടിയിരിക്കുന്നു.